സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഇറച്ചിക്കറിയുടെ ടേസ്റ്റിൽ കടച്ചക്ക കൊണ്ടുള്ള ഒരു കറിയാണ്. നാടൻ ബീഫ് കറിയുടെ അതേ രുചിയിലാണ് ഈ കടച്ചക്ക കറി വെച്ചിരിക്കുന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെ എന്ന് കരുതുന്നു. എനിക്കും സുഖം തന്നെ. വീഡിയോസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഇറച്ചിക്കറിയുടെ ടേസ്റ്റിലുള്ള കടച്ചക്ക കൊണ്ടുള്ള കറി എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ. കറിക്കായി മീഡിയം സൈസിലുള്ള ഒരു കടച്ചക്കയാണ് എടുത്തിരിക്കുന്നത്. ഇത് തൊലിയെല്ലാം ചെത്തി കഷ്ണങ്ങളാക്കിയെടുക്കാം. ഈ വലുപ്പത്തിലാണ് കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുന്നത്. കടച്ചക്കയ്ക്ക് കറയുണ്ട്, അതുകൊണ്ട് അരിഞ്ഞ് വെള്ളത്തിലോട്ടിടണം. ഇല്ലെങ്കിൽ അതിന് കളർ മാറ്റം വരും. വെള്ളത്തിലോട്ടിട്ട് അത് വെള്ള കളറിൽ തന്നെ ഇരിക്കും. അതുകൊണ്ട് കടച്ചക്ക അരിയുമ്പോൾ എപ്പോഴും വെള്ളത്തിലോട്ട് അരിഞ്ഞിടണം. ഞാനിത് കുക്കറിലാണ് വെക്കുന്നത്. അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 15-നും 20-നും ഇടയിൽ ചുമന്നുള്ളി കഷ്ണങ്ങളാക്കിയതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 പച്ചമുളക് നടുവേ പിളർന്നതും ഇട്ട് കൊടുക്കാം. അടുത്ത ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ നിറയെ മീറ്റ് മസാലയാണ്. ഇത് സ്കിപ്പ് ചെയ്യാതെ ചേർക്കണേ. മീറ്റ് മസാലയും കൂടെ ചേർക്കുന്നതുകൊണ്ടാണ് കടച്ചക്ക കറിക്ക് ബീഫ് കറിയുടെ അതേ ടേസ്റ്റ് കിട്ടുന്നത്. 3/4 ടീസ്പൂൺ ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കഷ്ണങ്ങൾ വേവുന്നതിനാവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കഷ്ണങ്ങൾക്ക് നിരപ്പിന് നിൽക്കുന്ന പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സ് ആക്കി കൊടുക്കാം. കുക്കർ അടുപ്പിൽ വെച്ച് ഒരു വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് കറിയിലേക്ക് ചേർക്കാനായിട്ട് ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. തേങ്ങ വറുത്തരച്ചാണ് കറി തയ്യാറാക്കുന്നത്. അരമുറി തേങ്ങയുടെ പീരയാണ് വറക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 7-8 അല്ലി വെളുത്തുള്ളിയും 2-3 ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ വറുത്തെടുക്കണം. തേങ്ങാപ്പീര മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടാണ് വറക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാനും പറ്റും. പീരയെല്ലാം ഒരേ വലിപ്പമായതിനാൽ ഒന്നും കരിഞ്ഞു പോകാതെ ഒരേ പോലെ വറുത്തെടുക്കാനും പറ്റും. ഇതുപോലെ ഒരു 3/4 ഭാഗം ഫ്രൈ ആയി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 3 മിനിറ്റും കൂടി മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കാം. ഇനി തേങ്ങ വറുത്തതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും, കാശ്മീരി ചില്ലി ചേർക്കുന്നതുകൊണ്ട് കറിക്ക് ഒരു കളറ് കിട്ടും. കഷ്ണങ്ങളുടെ കൂട്ടത്തിൽ പച്ചമുളകും കൂടി ഇട്ടാണ് വേവിച്ചിരിക്കുന്നത്. 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കഷ്ണങ്ങളുടെ കൂട്ടത്തിൽ വേവിച്ചതുകൊണ്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത്. സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് പൊടികളെല്ലാം ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നിടം വരെ ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം. ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. ആദ്യം ഇത് വെള്ളം ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുക്കണം. അതിനുശേഷം 2-3 സ്പൂണ് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. കുക്കറിൽ ഒരു വിസിൽ വന്ന് വെന്തിരിക്കുന്ന കടച്ചക്ക ഒരു പാത്രത്തിലോട്ട് മാറ്റിക്കൊടുക്കാം. അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. അരപ്പെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി തവി കൊണ്ട് സാവധാനത്തിലെല്ലാം ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. കഷ്ണങ്ങൾ വെന്തു പോയതിനാൽ ഉടഞ്ഞു പോകാതെ ശ്രദ്ധിച്ച് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. കറിയിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ചാറിൻ്റെ അത്രയും വെള്ളം ചേർത്ത് കൊടുക്കണം. അതുപോലെ ഈ സമയത്ത് ഉപ്പും എല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കുകയും കൂടി വേണം. കഷ്ണങ്ങൾ നല്ലവണ്ണം വെന്തിരിക്കുന്നതിനാൽ അരപ്പ് ചേർത്ത് കഴിഞ്ഞ് ഒന്ന് നല്ലവണ്ണം തിളച്ച് വന്നാൽ മതി. കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുക് താളിച്ചത് ചേർത്ത് കൊടുക്കുക. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇങ്ങനത്തെ കറികൾക്ക് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണേ. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 4-5 ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം.
ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിയിലേക്ക് എണ്ണ എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം തവിയുണ്ട ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ കടച്ചക്കക്കറി ചോറിനും അപ്പത്തിനും പുട്ടിനും എല്ലാം കൂട്ടി കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. ഇറച്ചിക്കറിയുടെ രുചിയുള്ള കടച്ചക്കക്കറി നിങ്ങളും ഉണ്ടാക്കി നോക്കണേ. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ.